IMD നേരത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന തലത്തിലേക്ക് മാത്രമായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ നിന്നാണ്. ഒരുപക്ഷെ രാജ്യം കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് നേടിയെടുത്ത ഒരു വലിയ അച്ചീവ്മെന്റും അല്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിലായിരിക്കും. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ നമ്മുടെ താഴെത്തട്ടിലുള്ള ജനസമൂഹം അവർ പ്രിപ്പയർഡ് ആവണം. കാരണം അവരാണ് നേരിട്ട് അനുഭവിക്കാൻ പോകുന്നത്, അവർ തന്നെ അറിയുകയും ചെയ്യണം. അപ്പൊ അത്തരം അവസ്ഥയിൽ ഈ താഴെത്തട്ടിലുള്ളവർ അവരുടെ വെതർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ റെയിൻ ഗേജുകൾ സ്ഥാപിക്കുക, അത് പ്ലോട്ട് ചെയ്യുക, ഇത്തരം നെറ്റ്വർക്കുകൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവരെ കുറച്ചും കൂടി എക്വിപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ദുരന്തത്തെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയുക, അവർ ആദ്യം അറിയുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 30 വർഷം എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ IMDയുടെ ഒരു മോഡേണൈസേഷനും പിന്നെ നമ്മുടെ ഈ ദുരന്ത നിവാരണ വകുപ്പ് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു ദുരന്തത്തിൽ നിന്നാണ്. നമ്മുടെ പാരാദ്വീപ് സൈക്ലോൺ, അത് 1999 ഒറീസയിൽ ഉണ്ടായ സൈക്ലോണിൽ ഏകദേശം 1000-നടുത്ത ആളുകൾ മരിച്ചതായിട്ട് റെക്കോർഡിലുള്ളത് അത്രയാണ്. അപ്പം അതുപോലെ തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ, ആളുകളുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു, അങ്ങനെ ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഒരു സൈക്ലോണാണത്. അപ്പോൾ ഓരോ ദുരന്തങ്ങളും നമ്മളെ സംബന്ധിച്ചുള്ള ഓരോ പാഠങ്ങളാണ്, അനുഭവ പാഠങ്ങളാണ്. അപ്പോൾ അന്ന് മുതലാണ് ഒരു ഏകീകരിച്ച അല്ലെങ്കിൽ ഏകോപിതമായ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യം മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി വന്നതും, നാഷണൽ ഡിസാസ്റ്റർ അതോറിറ്റി വന്നു. അതിനുശേഷം ഓരോ സ്റ്റേറ്റുകളിലും ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ വന്നു. ഇപ്പോൾ കാലാവസ്ഥയാണ് ഇന്ന് നമ്മൾ നേരിടുന്ന, അല്ലെ കാലാവസ്ഥാപരമായ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ദുരന്തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് IMDയും ദുരന്ത നിവാരണവും എപ്പോഴും ഒന്നിച്ച് തന്നെ നിൽക്കുന്നത്. മറ്റുള്ള ദുരന്തങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം എണ്ണത്തിൽ കുറവാണ്. പിന്നെ ഒന്നുള്ളത് പ്രളയമാണ്. അപ്പോൾ അത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. പക്ഷെ അവരുടെയും ഏറ്റവും ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ഫോർകാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആണെങ്കിലും ഒരു ട്രിഗർ ഏജൻസി എന്ന് പറയുന്നത് IMD തന്നെയാണ്. അപ്പം പിന്നെ അതുപോലെ ഈ താഴെത്തട്ടിലുള്ളവർക്ക് മെസ്സേജുകൾ എത്തിക്കുക എന്നുള്ളതൊരു കാര്യമുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഏറ്റവും അവസാനത്തെ ആൾ വരെയും ഈ വാർണിംഗ് മെസ്സേജുകൾ എത്തിക്കുക എന്നുള്ളതൊരു ദുഷ്കരമായൊരു കാര്യമാണ്. കേരളത്തിൽ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ഇവിടെ ആളുകൾ വെൽ കണക്റ്റഡ് ആണെന്നുള്ള ഒരു കാര്യം. പിന്നെ അത് അവർക്ക് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മുടെ ഇവിടെ ഈ ഒരു ത്രിതല പഞ്ചായത്തിൻ്റെ ഗുണം അവിടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഈ ത്രിതലത്തിൽ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പഞ്ചായത്ത് ലെവലിൽ വരെ ഈ മെസ്സേജസ് പോകുന്നുണ്ട്. അവിടെ ഒരു കോർഡിനേഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ആളുകളെ ഒഴിപ്പിക്കണമെങ്കിലും ഒക്കെ ഏറ്റവും ആദ്യം പഞ്ചായത്തിൽ നിന്നാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും പ്രളയം ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ആപദാ മിത്ര എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ട്. അവർ പഞ്ചായത്തുമായിട്ട് അല്ലെങ്കിൽ ജില്ലാ കോർഡിനേഷൻ ഓഫീസുമായിട്ട് ഒന്നിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ആളുകളെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ഒരു ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാവുന്നതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വരിക. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കാലാകാലങ്ങളിൽ അവർക്ക് പുതുക്കിയൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. പിന്നെ പഞ്ചായത്ത് തലത്തിലുള്ള അത് KSDMA ആണ് കൂടുതലും ചെയ്യുന്നത്. ശില്പശാലകൾ നടത്താറുണ്ട്. അതോറിറ്റികൾ, അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾക്ക് ഇതുപോലെ വർക്ക്ഷോപ്പും അങ്ങനെ ഇൻട്രാക്ഷൻ മെക്കാനിസം ഒക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം പറയുമ്പോൾ നമ്മളൊരു 2016 മുമ്പ് നമ്മൾ ഇതുപോലെയുള്ള കാലാവസ്ഥ മൂലമുള്ള ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങളോ വിപത്തുകളോ ഒന്നും അധികം സ്പർശിച്ചിട്ടേ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് 2018 വരുന്നതും. അല്ല, 2016 ഞങ്ങളുടെ കണക്കിൽ 2016 മാറ്റം തുടങ്ങിയത്. നമ്മുടെ ഉഷ്ണതരംഗം വന്നു 2017 ഓക്കി, 18 പ്രളയം വന്നു, മഹാപ്രളയം വന്നു, 19 പ്രളയം വന്നിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് മുതലാണ് ശരിക്കും നമ്മളുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്കെയിൽ നോക്കുവാണെങ്കിൽ കേരളം ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിൽ.